ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ നോക്കി നിൽക്കാറില്ലേ? എന്റെ മനസ്സിലിപ്പോ ഹീറോയും ഹീറോയിനും ഒക്കെ നിങ്ങൾ രണ്ടാളും മാത്ര. പിന്നെ ടിക്കറ്റ് എടുക്കാതെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞാനൊന്ന് കണ്ടോട്ടെ. മതി മതി മതി. ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ഇവള് പറഞ്ഞേ. അവളുടെ മരണം പോലും തടഞ്ഞു നിർത്തിയവനാ നവീൻ. അതിന്റെ നന്ദി മരിച്ചാലും മാറില്ല. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യണം. ഇനി കൃഷ്ണ വരുമ്പോ അവളുടെ ജീവിതം ഇത് തന്നെയാണ്, ഇനി ഇതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവളെ മനസ്സിലാക്കണം. എതിർപ്പുകൾ ഉണ്ടാവാം, ശത്രുത കാണിക്കുന്നവരും ഉണ്ടാവാം. പക്ഷേ എനിക്കെന്റെ മോളുടെ ജീവിത പ്രശ്നം. അവളുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റും എനിക്ക്. കൃഷ്ണയുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ പിന്നെ ഈ കണ്ണടയ്ക്കുന്ന കാര്യം എന്തിനാ പറയുന്നേ? ആ കണ്ണു വെച്ച് അവരെ കണ്ടോണ്ടെങ്കിൽ ജീവിച്ചുകൂടെ? അല്ല പിന്നെ. തങ്കേച്ചി, കൃഷ്ണമോള് വരട്ടെ, അവളോട് ഞങ്ങളും തങ്കേച്ചി പറഞ്ഞ പോലെ പറയാം. അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയ ഞങ്ങൾക്കും സന്തോഷമുള്ളൊരു കാര്യമാ. ഗോപാലേട്ടൻ പറയും പോലെ ഞങ്ങളുടെ മൂത്ത മോളല്ലേ അവള്. ശരിയാ സുനന്ദേ, നിങ്ങളൊക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം തട്ടിക്കളയില്ലെന്ന വിശ്വാസമാണ് എന്റെ മനസ്സിൽ ഉറച്ചു കിടക്കുന്നത്. എന്റെ മോൾക്ക് ഇനി ഒന്നും സംഭവിക്കില്ലേ? അതിന് അവളെ ഇന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. മാണിക്കുഞ്ഞ് ഇറങ്ങടോ. നിങ്ങൾ ഇറങ്ങിയോ സാറേ? എനിക്കേ ശകലം പണിയുണ്ട്. ഇതിനിടയിൽ എന്ത് പരിപാടിയാ? ഇറങ്ങി വന്നേ. മാഡം, മുത്തശ്ശിക്ക് കുറച്ച് മെഡിസിൻസ് വാങ്ങാനുണ്ട്. പിന്നെ അമ്മ ചില വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ഇളനീരൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കും ഞാനെത്തും. എടോ, അതൊക്കെ പിന്നെ വാങ്ങാടോ നമുക്ക്. എന്റെ പൊന്നു സാറേ, ഉത്തരവാദിത്തം കാണിക്കുന്ന ജോലിക്കാരനെ അതിന്ന് വിലക്കുന്നത് ശരിയല്ലെന്നേ. ഓ, എന്റെ മാണിക്കുഞ്ഞെ, ഒരിളനീര് കുടിച്ചിട്ട് ബാക്കി ഉത്തരവാദിത്തം കാണിച്ചാ മതി. എന്നെ നിർബന്ധിക്കില്ലേ മാഡം, ഞാൻ പോയിട്ട് വരാം. മാണിക്കുഞ്ഞ് പിന്നെ ഒരു കാര്യം വിചാരിച്ചാ പിന്നെ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ച് വീട്ടിലെ കാര്യമാവുമ്പോ. ഇറങ്ങ്. അവര് രണ്ടുപേരും പരസ്പരം മറന്നു നിൽക്കുന്നതിനിടയില് ഞാനൊരു അധികപ്പറ്റ ഉള്ള സമയം അവരെ എൻജോയ് ചെയ്തോട്ടെ.
കൂടുതൽ കൂടുതൽ അറിയും തോറും തന്റെ സൗന്ദര്യവും തന്നോടുള്ള ഇഷ്ടവും കൂടിക്കൂടി വരാം. കരിക്ക് കടയാം, ബെഡ്റൂം ഒന്നുമല്ല. ബെഡ്റൂമായാലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. എവിടെയാകുമ്പോ നോക്കി നിൽക്കാനെങ്കിലും പറ്റില്ലേ? അവിടെയാകുമ്പോ മുത്തശ്ശി നോക്കുന്നുണ്ട്, അച്ഛൻ നോക്കുന്നുണ്ട്, അമ്മ നോക്കുന്നുണ്ട്, വ്രതമാണ്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവല്ലേ? ഇപ്പോഴും വ്രതമാണ്. വ്രതം അവിടെ നിന്നോട്ടെ, ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട. ഞാനേ കുടിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാലോ? എനിക്ക് വേണ്ട. വെറുതെ വാങ്ങിച്ച് കയ്യിൽ വെക്കാം. ആ, എന്നിട്ടിങ്ങനെ നോക്കി നിൽക്കാനല്ലേ? വേണ്ട വേണ്ട. ഇയാൾ ഇത്ര പെട്ടെന്ന് എത്തിയോ? പിന്നല്ലാതെ മാണിക്കുഞ്ഞ് ടൂർ പോയതാണോ? ആ, അല്ല പിന്നെ. പിന്നെ എവിടെ മാണിക്കുഞ്ഞ് മുത്തശ്ശിയുടെ മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്? കാറിലുണ്ട് സാറേ. താനെന്ന് എടുത്തു കാണിച്ചെന്ന്. അതെന്തിനാ സാറേ? എന്റെ പൊന്നു മാണിക്കുഞ്ഞ്, താൻ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും പോയിട്ടില്ല. താൻ ഞങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടല്ലേ? സത്യം പറഞ്ഞോണം. അത് പിന്നെ ഞാൻ കെട്ടിയിട്ടുമില്ല, കെട്ടിയ പെണ്ണിനെ കൂടെ കൊണ്ട് നടന്നിട്ടുമില്ല. പക്ഷേ ഈ കെട്ടിയ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശോ, ഒന്ന് നേരെ ചുവ മിണ്ടാ പോലും പറ്റുന്നില്ലെന്ന്. ഒരുത്തന്റെ തൂണ് പോലെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന്. ഞാനെന്തിനാണ് അത് കേൾക്കുന്നേ? അല്ലേ? നന്നായി. അതെ, പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും പിന്നെ സ്നേഹിക്കുന്നതും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതും ഒക്കെ കാണുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഈ സിനിമയിലൊക്കെ നായകനും നായികയൊക്കെ പ്രേമിക്കുമ്പോഴേ നമ്മൾ നോക്കി നിൽക്കാറില്ലേ? എന്റെ മനസ്സിലിപ്പോ ഹീറോയും ഹീറോയിനും ഒക്കെ നിങ്ങൾ രണ്ടാളും മാത്ര. പിന്നെ ടിക്കറ്റ് എടുക്കാതെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞാനൊന്ന് കണ്ടോട്ടെ. മതി മതി മതി. ഇത് എനിക്കാണോ? പിന്നല്ലാതെ തനിക്ക് കരിക്ക് വാങ്ങിയേ പറ്റുമെന്ന് ഗാഥ വാശി പിടിച്ചു. മാണിക്കുഞ്ഞ് സാറിന്റെ ജോലിക്കാരനായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നതേ എന്റെ ഒരു ആങ്ങളെയായിട്ടാ. അപ്പൊ പിന്നെ വാങ്ങിക്കാതെ പറ്റുമോ?